ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലൈന്റ് ആണ്, നമ്മുടെ നെറ്റ് വളരെ സ്ലോ ആണ്. നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ ജിമെയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ടാണ് വരുന്നത്. ഇതിന്റെ പിന്നിൽ ചെറിയൊരു കാര്യം ഒന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് വളരെയധികം നമുക്ക് സ്പീഡിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അത് ഞാൻ കാണിച്ചത് വളരെ ചെറിയൊരു കാര്യമാണ്, പലരും അത് വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളത് ചെയ്യുന്നവരാണെങ്കിൽ കുഴപ്പമില്ല, ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ചെയ്തു വെച്ച് നോക്കുക, നല്ല രീതിയിൽ പെർഫോമൻസ് കൂടും. ഇത് പറഞ്ഞിരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ നെറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമുക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലേക്കായിരിക്കും നമ്മൾ അധിക കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് നമ്മളിവിടെ അങ്ങനെ സെർച്ച് ചെയ്യാണ്. പല കാര്യങ്ങളും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് വരാൻ വളരെ ലേറ്റ് ആയിട്ട്, നമുക്ക് വളരെ സ്ലോ ആയിട്ടാണ് വരുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരുന്നതിന്റെ കാര്യം നിങ്ങളൊന്ന് ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാവും. അതായത് നമുക്ക് കണ്ടില്ലേ, ഇവിടെ നിന്ന് ഞാൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുകളിൽ, അതായത് ആ ഗൂഗിൾ എന്ന് പറഞ്ഞിരിക്കുന്ന google.comന്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു സ്ക്വയർ ബോക്സ് കാണുന്നില്ലേ, അതാണ് നമ്മൾ ടാബ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ ടാബുകൾ, അതായത് നമുക്ക് ഇതിന്റെ മുൻപിലൊക്കെ കണ്ടില്ലേ ഇത്രയും നമ്പേഴ്സ് ഉണ്ട്, 26 ടാബ്സ് ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ഇതിന്റെ മുന്നേ നമ്മൾ സെർച്ച് ചെയ്ത പല കാര്യങ്ങളും ഇവിടെ കണ്ടില്ലേ ടാബുകളായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ട് വരുന്നത്. ഇതൊക്കെ അവിടെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ വളരെയധികം സ്പീഡാവും. ഇത് അതേപോലെ തന്നെ ഇതേപോലെ ഇവിടെ വന്ന് നിൽക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത് കൂടി ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. ഇവിടെ കണ്ടില്ലേ ഇൻആക്റ്റീവ് ടാബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കാത്ത ടാബുകൾ 21 ദിവസം വരെ നമുക്ക് ഇതിനുള്ളിൽ നിൽക്കുന്ന പറഞ്ഞു. പക്ഷെ നമുക്ക് 21 ദിവസം വേണ്ട, നമുക്ക് ആ ദിവസങ്ങളൊക്കെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ് അല്ലെ. അത് എങ്ങനെയാണ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ, നമ്മൾ ജസ്റ്റ് ആ ഗൂഗിൾ ക്രോം ഇല്ലേ, ആ ഗൂഗിൾ ക്രോമിന്റെ മുകളിൽ 3 ഡോട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ ഇവിടെ ഒഴിവാക്കാം, പക്ഷെ അങ്ങനെ വരാതിരിക്കാനുള്ള ഓപ്ഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ ഗൂഗിൾ ക്രോം എടുത്തിട്ട് അവിടെ നമുക്ക് മുകളിൽ 3 ഡോട്ട്സ് കാണുന്നുണ്ടല്ലോ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. സെറ്റിംഗ്സ്, ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ നോക്കി നോക്കുക. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ടാബ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നോക്കുക, ഇവിടെ കണ്ടില്ലേ ഇൻആക്റ്റീവ് ആയിട്ട് കാണിക്കുന്നത് 21 ദിവസത്താണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ആ 21 ദിവസം അത് അവിടെ വന്ന് നിൽക്കുന്നത്. നമുക്ക് അത് ദിവസം കുറച്ചൊന്ന് കുറച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഇൻആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് നെവർ കാണിക്കുന്നത് 7 ഡേയ്സ്, ആഫ്റ്റർ 14 ഡേയ്സ്, ആഫ്റ്റർ 21 ഡേയ്സ് കാണിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ നെവർ കൊടുക്കാം, അല്ലെങ്കിൽ നെവർ കൊടുത്താൽ ഒരിക്കലും ഇല്ലാത്ത അവസ്ഥയോ. അത് വേണ്ട, നമുക്ക് ആഫ്റ്റർ 7 ഡേയ്സ്, ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ടാബുകൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് ആഫ്റ്റർ 7 ഡേയ്സ് കൊടുക്കും.